സാരി സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത ഓർമ്മ എന്ന് പറയുമ്പോൾ ഞാൻ നന്ദനത്തിൽ അഭിനയിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് നന്ദനത്തിൻ്റെ ലൊക്കേഷനിലാണ് ഒരു സാരി തരുന്നത്. അപ്പം നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തല്ലിമുടിയിൽ ഇങ്ങനെ തോർത്ത് ചുറ്റിക്കെട്ടി അമ്മമാർ വയ്ക്കുന്ന പോലെ വെച്ചിട്ട് അമ്മയുടെ സാരി കൊടുത്ത് ഇങ്ങനെ കളിക്കുമല്ലോ. സാരി ഉടുത്ത് അമ്മയായിട്ടൊക്കെ നമ്മൾ കളിക്കില്ലേ ചെറിയ കുട്ടിയായിട്ട്. അപ്പോൾ അങ്ങനെ കളിച്ചും പിന്നെ എൻ്റെ അമ്മ ടീച്ചറായതുകൊണ്ട് എന്നും സാരിയാണ് അമ്മ കൊടുക്കുന്നത്. അപ്പോൾ അമ്മ സാരി കൊടുക്കുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ലൈവായിട്ട് എല്ലാ ദിവസവും ധൃതി വെച്ച് അമ്മ സാരി കൊടുക്കുന്നതും പിന്നെ ചിലപ്പോൾ എവിടെ കല്യാണത്തൊക്കെ പോകുന്ന സമയത്ത് അച്ഛൻ പ്ലീറ്റ് ഒടിച്ച് കൊടുക്കുന്നതും അങ്ങനെയൊക്കെ നമ്മളെപ്പോഴും സാരി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അന്ന് ലൊക്കേഷനിൽ ശരിക്കും നന്ദനത്തിൻ്റെ ലൊക്കേഷനിൽ സാരി എനിക്ക് എടുത്തു തരുമ്പോൾ അവിടെ സ്ത്രീകളാരും ഇല്ല. അപ്പോൾ സ്ത്രീകളാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറെ ആൾക്കാരോട് ഉടുപ്പിച്ച് കൊടുക്കാൻ പറയുന്നത് എനിക്ക് നാണക്കേട്. അപ്പോൾ എന്നോട് അവർ ചോദിച്ചു മൂക്ക് കൊടുക്കാനറിയോ? അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് കൊടുക്കാനറിയാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ റൂമിനകത്ത് കയറിയിട്ട് നിന്ന് കറങ്ങി എന്തൊക്കെയോ കാണിച്ചു. എനിക്ക് ആകെ അറിയാവുന്നത് ഇവിടെ പ്ലീറ്റ് എടുക്കണം, പിന്നെ ഇവിടെ പ്ലീറ്റ് എടുക്കണം. പക്ഷെ എങ്ങനെ നോക്കിയിട്ട് പിന്നെ കുറേ അധികം അതൊക്കെ ഞാനുള്ള സൈഡുകളിലൊക്കെ കുത്തി കയറ്റി വെച്ച് അടിപ്പാവാടയിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഞാനങ്ങനെ സാരി എടുത്ത് നന്ദനത്തിൽ വരുന്നുണ്ട് സീനിൽ. അതങ്ങനെ തന്നെ ഇങ്ങനെ കുറച്ച് വീർത്തായിരിക്കുന്നത്. കാരണം എനിക്ക് ഉടുക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചുരുങ്ങി വെച്ചപ്പോൾ അതൊരു അത്യാവശ്യം കഥകളി ലുക്കിലേക്ക് ഇങ്ങനെ വീർത്ത് വന്നു. അപ്പോൾ പക്ഷേ അതിന് ശേഷം ഇപ്പം എനിക്കൊരു എന്താ പറയുക 5 മിനിറ്റ് മതി സാരി ഉടുക്കാൻ. അവിടുന്ന് ഒരുപാട് സിനിമകളിൽ സാരി ഉടുത്തും പഠിച്ചും സാരി ഉടുത്ത് ഡാൻസ് കളിച്ചും ഒക്കെ അത് പിന്നെ എങ്ങനെ ശീലമായി. ഇപ്പോൾ ദിവസവും നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് സാരി കോസ്റ്റ്യൂം ഇട്ടിട്ട് ഉടുത്തിട്ടാണ്. അപ്പം മനസ്സിലേക്ക് ഒരു 5 മിനിറ്റ് ജോലിയാണ് കടവടവടയും സാരി ഉടുത്തത്.